Hello everyone. Welcome to the 6th video lecture on Laplace Transform. This will be in Malayalam. In order to watch this in English, please click the link available in the description. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 ക്ലാസ്സുകളായി ലാപ്ലാസ് ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുവരെ അത് കാണാത്തവർ ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇനിയും ഒരുപാട് പ്രോബ്ലം സോൾവിംഗ് സെഷൻസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് പോലുള്ള മാധ്യമങ്ങളിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്ക് കോൺവല്യൂഷൻ ഓഫ് ടു ഫങ്ഷൻസ്, ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, പ്രധാനപ്പെട്ട തിയറീസ് എല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വരുള്ളൂ. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ മുതൽ അതിൻ്റെ ബേസിക് ടേബിൾസ് എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റും എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ്, അല്ലേ? എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അതുപോലെ തന്നെ എൽ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് പ്ലസ് ജി ഓഫ് എസ് ആണ്. ഇനി വാട്ട് അബൌട്ട് എൽ ഓഫ് എഫ് മൈനസ് ജി? ഓക്കെ, ഇതും കുഴപ്പമില്ല, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് ജി ഓഫ് എസ്. ഇനി വാട്ട് അബൌട്ട് എൽ ഓഫ് എഫ് ജി? ഈസ് ഇറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ്? നോ, ഇത് ശരിയല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ കാണിക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ് എഫ് ഇസിക്കൽ ടു ഇ റേസ് ടു ടി എടുക്കുക, അതുപോലെ തന്നെ ജി ഇസിക്കൽ ടു 1 എടുക്കുക. നമുക്ക് കാണാൻ പറ്റും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 1/s-1 ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി എന്ന് പറഞ്ഞാൽ 1/s ആണ്. ഇനി തൊട്ട് മുകളിൽ കണ്ട എക്സ്പ്രഷൻ്റെ ലെഫ്റ്റും റൈറ്റും മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ക്യാപിറ്റൽ ജി ഓഫ് എസ് പറഞ്ഞാൽ 1/s-s-1 ആണ്. അതേസമയം എൽ ഓഫ് എഫ് ജി എന്ന് പറഞ്ഞാൽ അത് എൽ ഓഫ് ഇ ടി മാത്രമാണ്, അതായത് 1/s-1 മാത്രമാണ്. നമുക്ക് കാണാൻ പറ്റും എൽ ഓഫ് എഫ് ജിയും ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് നോട്ട് ഈക്വൽ ടു 1. പിന്നെ എപ്പോഴാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസിന് ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും അത് എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്നുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ ഇത് ഇതുവരെ കാണാത്ത ഒരു ഓപ്പറേഷനാണ്. ഇത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി. നമുക്ക് കാണാൻ പറ്റും എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫംഗ്ഷൻ. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ടി എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു ഡി യു. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാണാം. തൽക്കാലം ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എഫ് സ്റ്റാർ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജി സ്റ്റാർ ഓഫ് എഫ് ആണ്. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ടി ജി ഓഫ് ടി മൈനസ് യു ഇൻറ്റു എഫ് ഓഫ് യു ഡി യു എന്ന് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. നമുക്ക് കാണാൻ പറ്റുന്നത് എഫ് സ്റ്റാർ ജി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി പ്ലസ് എഫ് സ്റ്റാർ എച്ച് ആണ്. അടുത്ത പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എന്ന് പറഞ്ഞാലും എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എന്ന് പറഞ്ഞാലും അത് സെയിം തന്നെയാണ്. അതായത് കോൺവല്യൂഷൻ്റെ ഓർഡർ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. അവസാനത്തെ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും കോൺവല്യൂഷൻ വിത്ത് സീറോ ഫംഗ്ഷൻ. സീറോ ഫംഗ്ഷനായിട്ട് കോൺവല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സീറോ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അതായത് എഫ് സ്റ്റാർ സീറോ എന്ന് പറഞ്ഞാലും സീറോ സ്റ്റാർ എഫ് എന്ന് പറഞ്ഞാലും അത് സീറോ തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് തിയറമാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടിയും ക്യാപിറ്റൽ ജി ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ജി ഓഫ് ടിയും ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ജി ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള കാരണം എന്തായിരുന്നു? അത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആയതുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി ആയതുകൊണ്ടാണ് നിങ്ങൾ എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ജി ഓഫ് ടി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആ റെഡ് കളറുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് സ്റ്റാർ ജി ഓഫ് ടി ഡി ടി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് എൽ എച്ച് എസിൽ സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ജി ഓഫ് എസ് ഇസിക്കൽ ടു, ഇതിൽ ജി ഓഫ് എസ് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, അവിടെ മുകളിൽ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ you will get capital F of s into
integration from 0 to infinity e raised to minus st g of t dt. ആ ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ഇനി ആ ക്യാപിറ്റൽ എഫ് ഓഫ് എസിന് നമുക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. മുകൾ ഭാഗത്തുള്ള റീപ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഫ്രം ടി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ തന്നെ ഇൻ്റഗ്രൽ ഫ്രം യു ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് യു എഫ് ഓഫ് യു ഡി യു. ഒരു പുതിയ വേരിയബിൾ ആയിട്ടാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ കിട്ടിയ പുതിയ എക്സ്പ്രഷനിൽ ആ ഇ റേസ്റ്റ് വരുന്ന രണ്ട് ഭാഗങ്ങൾ നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഒരുമിപ്പിക്കാം? യെസ്, ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു യു പ്ലസ് ടി. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താണ്? എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി ദെൻ ഡി യു ഡി ടി. റൈറ്റ്. ഇതിൽ ആ യു പ്ലസ് ടി എന്ന് പറയുന്ന ഭാഗത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സോ ദാറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റിലും ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് യു പ്ലസ് ടി ഈസിക്കൽ ടു വി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും യു ഈസിക്കൽ ടു വി മൈനസ് ടി ആണ്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസിൻ്റെ പുതിയ രൂപം ഇപ്പോൾ എന്താണ്? ഇൻ്റഗ്രേഷൻ ഫ്രം ടി. ടി നമുക്കറിയാതെ 0 ടു ഇൻഫിനിറ്റി തന്നെയാണ്. അതുപോലെ ബാക്കി ഇൻ്റഗ്രേഷൻ ഫോർ വി. വിയുടെ ലിമിറ്റ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും വിയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ടി 0 ടു ഇൻഫിനിറ്റി ആണ്. ഇനി വി എന്ന് പറഞ്ഞാൽ യു പ്ലസ് ടി മുതൽ വി വരെയാണ്. അപ്പോൾ വിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ടു ഇൻഫിനിറ്റി ആയിരിക്കും. റൈറ്റ്. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദി ലിമിറ്റ്സ് ഫോർ ദി ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റിയും മറ്റേത് വി ഇസിക്കൽ ടു ടി ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ഓർഡർ ഓഫ് ദി ഇൻ്റഗ്രേഷൻ നമ്മളിപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സം ടി ആക്സസും ഒരു വി ആക്സസും ഒന്ന് ഫോം ചെയ്യണം. ഓക്കെ. ഇതിൽ ആദ്യം ടി ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ ഞാൻ അവിടെ വരച്ചു. ടി ഇസിക്കൽ ടു ഇൻഫിനിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ വരച്ചു. ഇനി വി ഇസിക്കൽ ടു ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ്, അതായത് സ്ട്രേറ്റ് ലൈൻ തന്നെയാണ്. വി ഇസിക്കൽ ടു ടി ഞാൻ അവിടെ വരച്ചു. അതുപോലെ തന്നെ വി ഇസിക്കൽ ടു ഇൻഫിനിറ്റി ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റും ഓർഡർ ചേഞ്ച് ചെയ്യുന്ന സാധാരണ എന്ന് വെച്ചാൽ അതിലൊന്ന് നമ്മളൊരു സ്ട്രിപ്പ് ഫോം ചെയ്യണം, മറ്റൊന്ന് റേഞ്ച് ഫോം ചെയ്യണം. ഇപ്പോൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ അറ്റം എന്ന് പറഞ്ഞാൽ വി ഇസിക്കൽ ടു ടി മുതൽ വി ഇസിക്കൽ ടു ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ്. ഇനി ചേഞ്ച് ദ ഓർഡർ എന്ന് വെച്ചാൽ ഒരു പുതിയ ഓർഡർ, അതായത് സ്ട്രിപ്പ് ഇപ്പോൾ ഹൊറിസോണ്ടലാണ്, യു കൺസിഡർ എ ന്യൂ വെർട്ടിക്കൽ സ്ട്രിപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിലെ ഉള്ളിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് സ്ട്രിപ്പിൽ നിന്നും മറ്റത് റേഞ്ചിൽ നിന്നുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോവർ എൻഡ് ടി ഈക്വൽ ടു 0യും ടി ഈക്വൽ ടു വിയും രണ്ടും ഇൻ ടേംസ് ഓഫ് ടി ആണ് നമ്മൾ പറയുന്നത്, കാരണം യു ആർ ചേഞ്ചിങ് ദ ഓർഡർ. അപ്പോൾ ടി ഈക്വൽ ടു 0 ടു വി കിട്ടി. അത് അടുത്തത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ട അതേ ഏരിയ കവർ ചെയ്യുന്നതിന് എത്രയാണ് അവിടെ ചേഞ്ച് വരുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും വി ഷുഡ് റേഞ്ച് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതേപോലെ തന്നെ ഞാൻ കീപ്പ് ചെയ്യുന്നു. ഇതിൽ ടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഭാഗം ഇത്രയും, അതുപോലെ തന്നെ വി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഭാഗം ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും ഉള്ളിലുള്ള ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ പുറത്തേക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റും. So we have integration from v equal to 0 to infinity e raised to minus sv into dv. ഓക്കെ. ആ dv എന്നുള്ളത് വലത്തെ അറ്റത്ത് തന്നെ കീപ്പ് ചെയ്യേണ്ടി വരും. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഫ്രം t equal to 0 to v f of v minus t g of t dt. ഈ ബ്ലൂ കളറിലുള്ള ഭാഗം നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഏതാണത്? നമുക്ക് കാണാൻ പറ്റും അത് എഫ് സ്റ്റാർ ജി ഓഫ് ടി നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻ്റഗ്രേഷൻ ഫ്രം വി ഈക്വൽ ടു 0 ആണ്. ആ വിക്ക് പകരം ഞാൻ ടി എന്ന് പറഞ്ഞ വേരിയബിളാണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് റിക്വയർഡ് ഫോമിൽ തന്നെ, അതായത് ഇൻ്റഗ്രേഷൻ ഫ്രം ടി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് സ്റ്റാർ ജി ഓഫ് ടി ഡി ടി, ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മൾ കോൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു നോട്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്താണ് എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്നുള്ളതാണ്. ഇനി ഇതുപയോഗിച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇപ്പോൾ ചെയ്യാം. കൺസിഡർ പ്രോബ്ലം L ഇൻവേഴ്സ് ഓഫ് 1 by s into s square plus a square.
ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. വേർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് 1/s ആൻഡ് ജി ഓഫ് എസ് ഇസ് 1/s² + a². കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉപയോഗം എന്ന് വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെയും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാം. അത് മാത്രമല്ല അതിൽ ആദ്യം എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടി മൈനസ് യു ഫോം നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് 1/s ആയതുകൊണ്ട് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ ജി ഓഫ് എസ് 1/s² + a² ആയതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഇനി നമുക്ക് ഈ പറയുന്ന പ്രോബ്ലത്തിൽ ഇനി പ്രൊസീഡ് ചെയ്യാനുള്ളത് എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അതിൽ എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to t എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു ഡി യു എന്നുള്ളതാണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് ടി മൈനസ് യു എന്ത് തന്നെയാണ്, അത് 1 തന്നെയാണ്. ഇനി ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ അത് സൈൻ എ ടി ബൈ എ ആണ്, അത് ഇൻ ടേംസ് ഓഫ് ടി ആണ്. അപ്പോൾ ജി ഓഫ് യു എന്ന് പറഞ്ഞാൽ അത് സൈൻ എ യു ബൈ എ എന്നായി മാറി. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുകയാണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എ യു ബൈ എ, അതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 to t ആണ്. ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദെൻ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ബി ഹാവിങ് 1/s² ഇൻറ്റു 1 cos a t. ഓക്കെ, ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തത്? തന്നിട്ടുള്ള എക്സ്പ്രഷനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. അതേപോലെ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് എഴുതാം? ഇവിടെ നമുക്കിത് 1/s² + a² എന്ന് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നിൻ്റെ എഫ് ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ അത് കുറച്ച് കെയർഫുൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 1/s ഇൻറ്റു s/s² + a² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ എക്സ്പ്രഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നതാണ്, അത് 1 ആണ്. രണ്ടാമത്തെ എക്സ്പ്രഷൻ്റെയും അറിയാം. നമ്മൾ ഒരു 2-3 ക്ലാസ്സുകൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ s/s² + a² ഓർ ദി ഹോൾ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് 1/2a ഇൻറ്റു ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ടി സൈൻ എ ടി ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ടേബിൾ ഉപയോഗിച്ച് അത് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ഓഫ് ടി തന്നെയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എഫ് ഓഫ് ടി മൈനസ് യു. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് യു ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, കാരണം എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് എഴുതി നോക്കിയേ. 1/2a ഇൻറ്റു ഇൻ ടേംസ് ഓഫ് യു ആണ് നിങ്ങൾ എഴുതേണ്ടത്. സോ യു ഇൻറ്റു സൈൻ എ യു ഡി യു. ഇനി ഇതിൽ സൈൻ എ യുവിൻ്റെ ഇൻ്റഗ്രൽ മാത്രം കണ്ടാൽ മതിയാവും, ബാക്കിയെല്ലാം തന്നെ കോൺസ്റ്റന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഹാവ് ദർ ഇസ് എ യു സൈൻ യു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ മൈനസ് കോസ് എ യു ബൈ എ എന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് മുമ്പുള്ള ഭാഗത്തിൽ നമ്മൾ 0 to t ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1/2a ഇൻറ്റു അപ്പോൾ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ടി കോസ് എ ടി എന്നാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് ബൈ എ. അതുതന്നെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്കൊരു പ്ലസ് ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗം സൈൻ എ യു ബൈ a², അതിൻ്റെ ലിമിറ്റ് 0 to t എന്നുള്ളതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും 1/2a³ ഇൻറ്റു മൈനസ് എ ടി കോസ് എ ടി പ്ലസ് താഴെ എന്താ കിട്ടിയിരിക്കുന്നത് സൈൻ എ യു ബൈ a², അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ സൈൻ എ ടി, റൈറ്റ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഫോർമുല, അത് y" പ്ലസ് ay' പ്ലസ് by = സം r. അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ പ്രത്യേകം നോക്കുക, 2 വാല്യൂം 0 ആണ്. ഇങ്ങനെയാണെങ്കിൽ യൂഷ്വലി നമ്മളിത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എല്ലോ സ്മോൾ വൈനെ നമ്മൾ ക്യാപിറ്റൽ വൈ ഇത് ഡിനോട്ട് ചെയ്യും. അതുപോലെ എല്ലോ സ്മോൾ y' നമ്മൾ എസ് ഇൻറ്റു ക്യാപിറ്റൽ y മൈനസ് y'(0) ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ എക്സ്പ്രഷൻ ക്യാപിറ്റൽ വൈ ഈക്വൽ സം ക്യാപിറ്റൽ ആറിൻ്റെ ക്യൂ ഫോമിൽ എത്തുന്നതായിട്ട് കാണാൻ പറ്റും. വേർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എൽ ഓഫ് ആറും ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ 1/s² + as + b.
ഇത് വളരെ ജനറൽ ഫോമുലയുണ്ട്, ഇത് നമ്മൾ ഓർത്തു വെച്ചാൽ മതിയോ. ഇങ്ങനെയാണെങ്കിൽ സ്മോൾ വൈ എങ്ങനെ കണ്ടുപിടിക്കാം? എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ. എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺവല്യൂഷൻ ഓഫ് ക്യൂ ആൻഡ് ആർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രോബ്ലം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ക്യാപിറ്റൽ ക്യൂ, അത് നേരത്തെ തന്നിട്ടുള്ള ഇനിഷ്യൽ കണ്ടീഷൻസ് അതേ ഫോമിൽ തന്നെയാണ്, അത് നമ്മൾ നോട്ട് ചെയ്തു. ഇതിലുള്ള ക്യാപിറ്റൽ ക്യൂ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സ്മോൾ ക്യൂ കിട്ടുന്നതിന് മുമ്പ് ക്യാപിറ്റൽ ക്യൂവിന് ജനറൽ ഫോമുല ഉണ്ട്. അവിടെ എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കംസ് 1/s² പ്ലസ് 3s+2. ഇതിനെ നമുക്ക് 1/s+1 ഇൻറ്റു s+2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ 1നെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? അവിടെ 1 ഏത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ s+2 മൈനസ് s+1 എന്ന് എഴുതാൻ പറ്റും. അവിടെ 1ന് പകരം ഇപ്പോൾ 3 ആണെങ്കിൽ നമുക്കൊരു 1/3 കൂടി ഇട്ടാൽ മതിയോ. ഓക്കെ, ദെൻ ഇൻറ്റു s+1 ഇൻറ്റു s+2. ഇനി ഇതിനെ ഓരോന്നിനായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ കോൺസ്റ്റന്റ് ന്യൂമറേറ്ററിൽ വരുന്ന എക്സ്പ്രഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ക്യൂ ഓഫ് എസ്, ക്യാപിറ്റൽ ക്യൂ ഓഫ് എസ് നമുക്ക് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ സ്മോൾ ക്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യൂ ഇവിടെ വളരെ ഈസി ആയിട്ട് e⁻t ഇൻറ്റു e⁻²t. ഇനി എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ്? നമുക്ക് r(t) നമുക്ക് അറിയാം, അതവിടെ ഉണ്ട്. സ്മോൾ ക്യൂ ഓഫ് ടി അറിയാം. ഇതിൻ്റെ കോൺവല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദ ഫൈനൽ ആൻസർ. So let us have the convolution between q of t and r of t. r of t ഒന്ന് നോട്ട് ചെയ്യുക. r of t യുടെ വാല്യൂ 1നും 2നും ഇടയ്ക്ക് 1 ആണ്, ബാക്കി എല്ലാ സ്ഥലത്തും അത് 0 ആണ്. ഓക്കെ, now let us proceed. ഇവിടെ ആദ്യത്തെ കേസ് when t is strictly less than 1. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും r of t 0 ആണ്. അവിടെ ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? r of t യുടെ ഭാഗം 0 ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to t ഫസ്റ്റ് പാർട്ട് സം q ഓഫ് t മൈനസ് u ഇൻറ്റു r ഓഫ് u ആണ് വേണ്ടത്. അതിൽ r ഓഫ് u ഒക്കെ 0 ആണ്. സോ വി ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആസ് 0. ഇനി അടുത്ത കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ അടുത്ത റേഞ്ച്, അതായത് 1നും 2നും ഇടയ്ക്കുള്ള ഭാഗമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവിടെ സ്മോൾ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് കാണുമ്പോൾ കോൺവല്യൂഷൻ ബിറ്റ്വീൻ q ആൻഡ് r ആണ്. So by formula it is the integral from 1 to t q of t minus u into r of u. ഇവിടെ r of u എന്ന് പറഞ്ഞാൽ 1നും 2നും ഇടയ്ക്ക് r of uൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ബാക്കി du. ഇനി ഈ പ്രോബ്ലം ജസ്റ്റ് q of t minus u മാത്രം ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം എഴുതുന്നു. നമുക്ക് q of t നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ t ഒക്കെ t minus u വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് q of t minus u. So it is e⁻t minus u minus half into e⁻² times t minus u. Integration from 1 to t അവിടെ ഉണ്ട്. Then du. ഇനി ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, ഇവിടെ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല, ഓൾറെഡി വീഡിയോ ലെങ്ത് കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു e⁻t−1 പ്ലസ് ഹാഫ് ഇൻറ്റു e⁻² ടൈംസ് t - 1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഇൻ്റഗ്രേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ കേസ്, വെൻ t ഈസ് ഗ്രേറ്റർ ദാൻ 2. t ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ r of uൻ്റെ വാല്യൂ 0 ആണ്. പക്ഷേ ഈ മൂന്ന് കേസുകളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to t അല്ലേ വേണ്ടത്. അവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ 0 to t തന്നെയായിരുന്നു, രണ്ടാമത്തേൽ 1 to t ആണ്, മൂന്നാമത്തേൽ നമ്മൾ കൊടുക്കുന്നത് ഇൻ്റഗ്രേഷൻ ഫ്രം 1 to 2 ആണ്. ഇതെങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് r of t ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം 2 ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ t<1 ആയിരുന്നു. അപ്പോൾ t<1 ആയിരിക്കുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to t തന്നെയാണ്. അവിടെ r of t ഡിഫറെൻറ്റ് വാല്യൂസിനെ കുറിച്ചൊന്നും ബാധിക്കുന്നില്ല, വിച്ച് മീൻസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം 0 to t. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ t between 1 and 2 ആണ്. t between 1 and 2 ആകുമ്പോൾ ശരിക്കും നമ്മൾ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to t തന്നെയാണ് ചെയ്യുന്നതെങ്കിലും r of tക്ക് ഒരു വാല്യൂ ഉള്ളത് 1 to t മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇൻ്റഗ്രേഷൻ ഫ്രം 1 to t കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത കേസ് t above 2 ആകുമ്പോൾ അഗെയിൻ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to t തന്നെയാണ്, പക്ഷേ അവിടെ r of tക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ളത് 1 to 2 ആണ്. സോ യു ക്യാൻ സി ദാറ്റ്
ദി സ്മോൾ വൈ ഈസ് ദി കോൺവല്യൂഷൻ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രേഷൻ ഫ്രം 1 to 2 മാത്രം ചെയ്താൽ മതിയോ. ഈവൻ നിങ്ങളത് ഇൻറ്റഗ്രേഷൻ ഫ്രം 0 to t ചെയ്യുകയാണെങ്കിലും ഫൈനലായിട്ട് നമുക്ക് കാണാൻ പറ്റും നേരത്തെ 1 to 2 കിട്ടിയ അതേ ഉത്തരത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സോ യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് e raised to minus t minus 2 minus e raised to minus t minus 1 minus half into e raised to minus 2 times t minus 2 minus e raised to minus 2 times ഉണ്ട് 2 times പിന്നെ വരുന്ന t minus 1. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരുപക്ഷെ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. എനിവേ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്തു നോക്കുക. ഇനി ലെറ്റ് us see the application of convolution on solving integral equations. എന്താണ് integral equations? Integral equations എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ട അൺനോൺ അത് ഇൻ്റഗ്രലിൽ തന്നെ ഉള്ള ഒരു ഭാഗമായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്പിയേഴ്സ് അണ്ടർ ദ ഇൻ്റഗ്രൽ. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഭാഗത്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് സ്മോൾ വൈ ഓഫ് ടി ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മളൊരു പുതിയൊരു പേര് കൊടുക്കുകയാണ്. സോ ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ വൈ. Now let us take the Laplace transform the entire equation. അപ്പോൾ സ്മോൾ വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ വൈ ആണ്, ടിയുടെ 1/s² ആണ്. ഇനി അവിടെ ഓൾറെഡി എഴുതിയിരിക്കുന്നത് y സ്റ്റാർ സൈൻ ടി തന്നെയാണ്, അത് കോൺവല്യൂഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി നമുക്കിത് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ L of y സ്റ്റാർ സൈൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L of y into L of സൈൻ ടി ആണ്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ഭാഗങ്ങളായിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ L of സ്മോൾ വൈ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ വൈ ആണ്, L of sin t എന്ന് പറഞ്ഞാൽ 1/s² ആണ്. ഇതിൽ നിന്ന് ക്യാപിറ്റൽ വൈ കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ വൈ ഉള്ള ഭാഗങ്ങളൊക്കെ LHSലേക്ക് കൊണ്ടുവന്നു, കോമൺ ആയിട്ട് പുറത്തെടുത്തു. അവിടെ ബ്രാക്കറ്റിനുള്ളിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. റൈറ്റ് ഹാൻഡ് സൈഡിൽ 1/s² തന്നെയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ബാക്കി കിട്ടുക s²/s²+1 ആണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഹാവിങ് s²+1/s raised to 4. s² into s² എന്ന് പറയുമ്പോൾ s raised to 4i. അതായത് നമുക്ക് 1/s² plus 1/s raised to 4 എന്ന് പറയും. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദി സൊല്യൂഷൻ ഫോർ യുവർ ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ 1/s² ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടി ആണ്, മറ്റേതിൻ്റെ t³ ഓക്കെ, സോ സമയം ഒരുപാടായി, എന്നാൽ കൂടി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നതിൽ L of സ്മോൾ വൈസുകൾ ക്യാപിറ്റൽ വൈ എടുക്കുക. തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് എൻ്റയർ ഇക്വേഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ സ്മോൾ വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ വൈ ആണ്, t³ ലാപ്ലേസ് ട്രാൻസ്ഫോം 3 raised to 4 ആണ്. ഇനി തന്നിരിക്കുന്നത് കോൺവല്യൂഷൻ ഓഫ് വൈ ആൻഡ് സൈൻ ടി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി L of y സ്റ്റാർ സൈൻ ടിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? L of y into L of സൈൻ ടി എന്ന് മാറ്റി എഴുതാം. ഇതിൽ L of സൈൻ ടിക്ക് പകരം നമുക്ക് വീണ്ടും ഒന്ന് എടുക്കാം, 1/s²+1 എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ സ്മോൾ വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ വൈ ആണ്. ആ ക്യാപിറ്റൽ വൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്. സോ ടേക്ക് എവറിത്തിങ്, ക്യാപിറ്റൽ വൈയുള്ള ടേംസ് ഒക്കെ LHSൽ എടുക്കുക. അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടും, അവിടെ s²+1/-1/s²+1. അപ്പോൾ LHSൽ നിങ്ങൾക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ വൈ ഇൻറ്റു s²/s²+1 എന്ന് കിട്ടും. RHSൽ 3 raised to 4. ഇനി ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിൽ ബി ഹാവിങ് 3 raised to 6 into s²+1. അതായത് 3 into 1/s raised to 4 plus 1/s raised to 6. വേണം നമുക്ക് 3 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അറിയുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ 3 raised to 4 എന്ന് പറയുന്നത് ഓൾറെഡി അറിയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഇനി s raised to 6 അവിടെ ഒരു സം 4 into 5 കൂടി ആവശ്യമുണ്ട്. സോ 4 into 5 ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഗെറ്റിംഗ് സം 5 raised to 6ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, പക്ഷെ അഡീഷണൽ ആയിട്ട് 4 into 5 ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദർ ഇസ് എ 1/20 into the inverse Laplace transform of 5 raised to 6, which is t raised to 5. Okay, so thus we have completed about 70 problems so far. നമുക്ക് ഒരുപാട് എണ്ണം ഹോംവർക്ക് ആയിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലംസ്
എല്ലാം തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. സിലബസ് പ്രകാരമുള്ള ഏകദേശം ടോപ്പിക്കുകൾ കഴിഞ്ഞു. പക്ഷെ ഇനിയും ടോപ്പിക്കുകൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമൻ്റായിട്ടോ മറ്റോ എഴുതാം. യൂട്യൂബ് ചാനലിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുക. കൺസെപ്റ്റുകൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ടോപ്പിക്സും സമയമെടുത്ത് കാണുക, മനസ്സിലാക്കുക. സോ താങ്ക് യു വെരി മച്ച്.